ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഒക്കാസ്പീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഡേറ്റ് PSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് മെയ് മാസത്തെ കലണ്ടർ വന്നപ്പം മെയ് 2 ഡിഗ്രി പ്രിലിംസിൻ്റെ ആദ്യത്തെ ഘട്ട പ്രിലിംസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനി ഡിഗ്രി പ്രിലിംസിന് ഇനി വേറൊരു ഘട്ടം ഉണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടൊന്നും കൃത്യമായിട്ടുള്ള ധാരണയില്ല. ആക്ച്വലി അത് ഈ പ്രിലിംസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഈ കൺഫർമേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എത്ര എന്നൊക്കെയുള്ള ബേസ് ചെയ്തിട്ടായിരിക്കും മറ്റൊരു സ്റ്റേജ് കൂടി ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മുടെ കയ്യിലുള്ള കാര്യം അല്ലാത്തതുകൊണ്ട് ഡിഗ്രി പ്രിലിംസ് നിങ്ങളുടെ മെയ് 2 നിങ്ങളുടെ പരീക്ഷ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. മെയ് 2 ഇനി അധികം നാളുകളില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വളരെ ചുരുക്കം സമയമുള്ളൂ. ആ ചുരുക്ക സമയം കൊണ്ട് നമുക്ക് മാക്സിമം ഡിഗ്രി പ്രിലിംസിന് സ്കോർ ചെയ്ത് ഡിഗ്രി പ്രിലിംസ് പാസ്സാവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് 11 മാർച്ച് 11 മുതൽ ഒക്കാസ്പീഡിയയിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ മാർച്ച് 11 രാത്രി 9 മണിക്കാണ് അതിൻ്റെ ആദ്യത്തെ ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാച്ച് എങ്ങനെയായിരിക്കുമെന്ന് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു 50 ദിവസത്തെ ടൈം ടേബിളിൽ നിങ്ങൾക്കൊരു 60-ൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ പഠിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ അധിക സമയം നിങ്ങളുടെ മുന്നിലില്ല. ഈ സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാനുള്ള ഒരു സമയം തൽക്കാലം നമ്മളുടെ മുമ്പിലില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രിലിംസ് പാസ്സാവുക എന്നുള്ളതാണ്. പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാലേ നമുക്ക് മെയിൻസ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ആദ്യമേ തന്നെ പഠിച്ച് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ഇല്ലാതെ നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മെയിൻസിന് പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇപ്പോൾ പഠനം ഒരു സ്ലോ ആയിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് പാസ്സാവാൻ വേണ്ടിയിട്ടാണ് ഈ ക്രാഷ് കോഴ്സ്. അപ്പോൾ ഇതിൽ 50 ദിവസത്തെ ടൈം ടേബിളാണ്. ഈ 50 ദിവസത്തെ ടൈം ടേബിളിൽ നമ്മൾ 60 മാർക്കിൽ കൂടുതൽ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ടൈം ടേബിളിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ 50 ദിവസത്തെ ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് MEM സബ്ജക്റ്റുകളായിരിക്കും. MEM എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, മെൻ്റൽ എബിലിറ്റി ടോപ്പിക്കുകളായിരിക്കും നമ്മളുടെ ടൈം ടേബിളിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക. അതുകൂടാതെ വേൾഡ് ഹിസ്റ്ററി, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, IT പോലുള്ള സബ്ജക്റ്റുകളും ഉണ്ടാവും. പിന്നെ മാർക്ക് ഷെയർ കൂടുതലുള്ള നമുക്കൊരു പരീക്ഷയ്ക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ചില ടോപ്പിക്കുകളുണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ 1857 റിവോൾട്ട് ഒഴിവാക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. അതേപോലെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് ചില ഏരിയാസും നമ്മൾ ഡെയിലി ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തരും. അതുകൂടാതെ ഈ സിലബസിലെ A to Z കാര്യങ്ങളും നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഈ 50 ദിവസം കൊണ്ട് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ സബ്ജക്റ്റുകൾ മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ അതുണ്ടാവും, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കണമെങ്കിൽ അതുണ്ടാവും. അതെല്ലാം സിലബസ് വൈസായിട്ട് ടോപ്പിക് വൈസ് ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് അവിടുന്ന് അവൈൽ ചെയ്യാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സുകളൊന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളായിരിക്കും. പിന്നെ നോട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോട്ട്സിൽ മലയാളം ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. നോട്ട്സ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള നോട്ട്സാണ്. നോട്ട്സിൽ നിങ്ങൾക്ക് SCERT, NCERT, പിന്നെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ, ശ്രീധര മേനോൻ സാറിൻ്റെ ബുക്കുകൾ, M ലക്ഷ്മികാന്തിൻ്റെ ബുക്കിലെ ബേസ് ചെയ്തിട്ട് അങ്ങനെ നമ്മളുടെ നോട്ട്സിൽ പക്ക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. ക്ലാസ് നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഡെമോ കാണണമെങ്കിൽ ഡെമോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ 50 ദിവസത്തെ ടൈം ടേബിളുണ്ട്. 60-ൽ കൂടുതൽ മാർക്ക് മേടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സ്ട്രാറ്റജി ആണ് നമ്മളിപ്പം ഇവിടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ നിങ്ങളൊന്ന് മാക്സിമം നിങ്ങളെ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിഗ്രിയുടെ പ്രിലിംസ് പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 499 രൂപയാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ QR കോഡിലേക്ക് 499 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ നമുക്ക് ടെലിഗ്രാമിലോ അയച്ചു തരിക. കൂടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ജില്ലയും കൂടെ മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെ ബാച്ചിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 50 ദിവസത്തെ ടൈം ടേബിളാണുള്ളത്. 50 ദിവസം കൊണ്ട് 60-ൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാം. 60 എന്നുള്ളത് 70-ൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരും. എന്നാലും ഒരു അഷ്യൂരിറ്റി പറയുകയാണ്, നിങ്ങൾക്കൊരു എങ്ങനെ പോയാലും ഒരു 60-ന് മുകളിൽ മാർക്ക് മേടിക്കാനുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളും കൂടെ ഒരു എഫർട്ട് ഇട്ടാൽ മാത്രം മതി കേട്ടോ. ഇതിൽ ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവും. മെറ്റീരിയൽസിൻ്റെ PDF നോട്ട്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. കൂടാതെ ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സാണ് തരുന്നത്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. പിന്നെ വീക്കിലി എക്സാംസ് ഉണ്ടായിരിക്കും, മന്ത്ലി എക്സാംസ് ഉണ്ടായിരിക്കും. പിന്നെ
പരീക്ഷയോടടുപ്പിച്ച് നിങ്ങൾക്കൊരു 5 സെറ്റ് മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്, അതായത് 100 മാർക്കിൻ്റെ 5 സെറ്റ് മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.